Good morning. ഓക്കെ, ഇടയ്ക്ക് മിസ് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന മെസ്സേജുകളൊക്കെ കണ്ടല്ലോ. അല്ലാതെ സംസാരിക്കാൻ സമയമില്ല അല്ലെ? മാരീഡ് ആണോ, കുട്ടികൾ എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇസാൻ ഫാസിലിനോടാണല്ലേ ചോദിച്ചേ. എനിക്കാണ് കണ്ടുട്ടോ, UKG പഠിക്കുന്ന കുട്ടിയുണ്ട്, ഒരാൾക്ക് 3 വയസ്സായി എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഓക്കെ, യെസ്, നമ്മുടെ പോർഷൻ തീർന്നിട്ട് നിങ്ങളോട് സംസാരിക്കാന്ന്. ഓക്കെ, ഇതൊന്നും കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒക്കെ ഇല്ലേ? 58 പേര് ചോദിച്ചു ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി കയറി എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. അതില മിസ് പറയണ്ടായിരുന്നു, കുട്ടി കയറിയിട്ടുണ്ട്, ലൈവിൽ ആദ്യമായിട്ട് കയറിയതൊക്കെയാണ്, മിസ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു. അഭിറാം ആണോ? അഭിറാം. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് ടെർമിനോളജി സെക്കൻഡ് മൊഡ്യൂളിലാണ് കേട്ടോ. അഭിറാം ഉണ്ടോ അവിടെ? ഇപ്പൊ അഭിറാം ഉണ്ടോ? സെക്കൻഡ് മൊഡ്യൂളിലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ അബ്രിവേഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് അബ്രിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് ഫോമുകളാണ്. പറഞ്ഞല്ലോ, കുറച്ച് നമ്മൾ നോക്കി. എത്രയോ കഴിഞ്ഞ ക്ലാസ്സിൽ 52 എണ്ണം വരെ നോക്കി നമ്മൾ. 52 എണ്ണം. ഓക്കെ, 52 എണ്ണം വരെ നോക്കി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു പേജ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് നിങ്ങൾ ടിക്ക് ഇട്ട് വെക്കുക. അത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. ബാക്കി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ടൈം ലാഭിക്കാൻ, സ്പേസ് ലാഭിക്കാൻ, അല്ലെ, മിസ്റ്റേക്കുകളൊക്കെ അധികം ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് എന്താണ് അബ്രിവേറ്റഡ് ഫോംസ് ഉപയോഗിക്കാം. ഇനി നമ്മൾ 52ാമത്തെ ഏതാ പറഞ്ഞു നിർത്തിയത്? CNS ആണ്. അപ്പൊ ഈ സെക്ഷനിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇപ്പോ സെൻട്രൽ നെർവ് സിസ്റ്റം അത് അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ അബ്രിവേറ്റഡ് ഫോം എന്താന്ന് ചോദിക്കാം. ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് സെൻട്രൽ നെർവ് സിസ്റ്റം അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ചോദിക്കാം. എന്താണ് ചോദിക്കാം? ദ എക്സ്പാൻഡഡ് ഫോം, അല്ലെ, എക്സ്പാൻഡഡ് ഫോം ഓഫ് CNS. അങ്ങനെ 2 രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ രീതിയിലൊന്നും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 53ാമത്തെയാണ് നമ്മൾ അബ്രിവേഷൻ നോക്കുന്നത്. C/O, സ്മോൾ ലെറ്റർ C ആണ് കേട്ടോ. C/O ആണ്. ഇതാണ് കംപ്ലൈനിങ് ഓഫ്. കംപ്ലൈനിങ് ഓഫ്. C എന്ന് പറഞ്ഞാൽ കംപ്ലൈനിങ് എന്നുള്ളത് ഓഫിന്റെ ഓയും വെച്ചേക്കുന്ന എന്നൊക്കെ. കംപ്ലൈനിങ് ഓഫ്, കംപ്ലൈനിങ് ഓഫ്. നെക്സ്റ്റ് നോക്കിയേ, CO, കാർഡിയാക് ഔട്ട്പുട്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. CO, കാർഡിയാക് ഔട്ട്പുട്ട്. C എന്ന് പറഞ്ഞ കാർഡിയാക്, O എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്, കാർഡിയാക് ഔട്ട്പുട്ട്. നെക്സ്റ്റ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. O എന്ന് പറഞ്ഞ താഴെയാട്ടോ നമ്മൾ കുഞ്ഞിതാക്കി എഴുതുന്നത്. CO താഴത്താണ്, 2 നമ്മൾ കൊടുക്കുന്നത്. CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2 കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് കെമിക്കൽ ഫോർമുലയാണ് എഴുതിയേക്കുന്നത് CO2 എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് CO2. അടുത്ത നോക്കിയേ, COLD. COLD അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. ഇത് പഠിച്ചിട്ടുണ്ടോ? ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്, COLD പഠിച്ചിട്ടില്ല. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ് ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് കേട്ടോ. എയർ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ലങ് ഡിസീസ് ആണ്. ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ഡിസീസ് ആണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. നിങ്ങള് 56 ടിക്ക് കിട്ടും കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. നെക്സ്റ്റ് നോക്കിയ 57. COPD, COLD ടിക്ക് ഇടണം കേട്ടോ. 56 COLD. നെക്സ്റ്റ് നോക്കിയ 57 COPD ആണ്. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്.
ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്, COPD. രണ്ടും നോക്കി വെക്കുക. എല്ലും പിയും മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. എല്ല്, ലങ്സ്, പി എന്ന് പറഞ്ഞ പൾമോണറി, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അത് രണ്ടും 56ഉം 57ഉം ടിക്കിട്ട് വെച്ചോ. നെക്സ്റ്റ് 58 ആണ്, CP ആണ് കേട്ടോ. CPക്ക് പല ഇത് എക്സ്പാൻഡഡ് ഫോം കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് പെയിൻ 45 മുതൽ ടിക്ക് ചെയ്യേണ്ടത് പറയാമോ? ഓക്കെ, 45 ഞാൻ പറഞ്ഞു. പിന്നെ 47 ആണ് കേട്ടോ. 47, 51, 52, 4 എണ്ണം. 45, 47, 45, 47, 51, 52, 4 എണ്ണം. ഓക്കെ, ഇവിടെ 56ഉം 57ഉം ടിക്കറ്റ് വെക്കാം. നെക്സ്റ്റ് നോക്കിയേ CP, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കിയേ. ചെസ്റ്റ് പെയിനുണ്ട്, കെമിക്കലി പ്യൂർ ഉണ്ട്, സെറിബ്രൽ പ്ലാസി. ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യൂർ, സെറിബ്രൽ പ്ലാസി. അത് മൂന്നും CP എന്നുള്ള അതിന്റെ മൂന്നിന്റെ ഈ നമ്മുടെ എക്സ്പാൻഡഡ് ഫോം ആണ് പറഞ്ഞത്. ചെസ്റ്റ് പെയിന്, കെമിക്കലി പ്യൂർ, സെറിബ്രൽ പ്ലാസി, ഇതിന്റെ മൂന്നിന്റെയും അബ്രിവേഷൻ CP എന്ന് തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ടിക്ക് ചെയ്യണ്ട. ഇങ്ങനെ 2, 3 ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ANV എന്നുള്ളത് വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കാം 59 CPR, അത് ടിക്ക് കിട്ടോ. CPR കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, അത് പഠിച്ചിട്ടുണ്ട്. CPR കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, CPR. Then next CRNA. CRNA എന്താ? സർട്ടിഫൈഡ് രജിസ്ട്രേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ്. സർട്ടിഫൈഡ് രജിസ്ട്രേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ്. Then next CRT capillary refill time cathode ray tube. കാപ്പിലറി R എന്ന് പറഞ്ഞാൽ റീഫിൽ ആണ്. റീഫിൽ T എന്ന് പറഞ്ഞാൽ ടൈം കാഥോഡ് റേ ട്യൂബ്. കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. Then അടുത്തതാണ് CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. CSF അതൊന്ന് ടിക്ക് കിട്ടോ കേട്ടോ. 62 സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും ഇടയിൽ ചുറ്റും കാണപ്പെടുന്ന കളർലെസ് ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും ചുറ്റുമുള്ള കളർലെസ് ഫ്ലൂയിഡ്. 62 ടിക്ക് ഇടണം കേട്ടോ. അടുത്ത നോക്കിയേ CSM കരോട്ടിഡ് സൈനസ് മാസേജ്. Carotid sinus massage. Then cerebrospinal meningitis. Cerebrospinal meningitis. Cerebrospinal meningitis. Okay. അടുത്തത് CVA ആണ് കേട്ടോ. അതിലൊരു കറക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. CVA ആണത്. Cerebrovascular accident. എന്നാണ് അവിടെ വേണ്ടത്. കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ. CVA സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്ന് പറഞ്ഞ ആക്സിഡന്റ് ആണ്. ഓക്കെ, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. അടുത്ത നോക്കിയേ CVP സെൻട്രൽ വീനസ് പ്രഷർ. സെൻട്രൽ വീനസ് പ്രഷർ. CVP സെൻട്രൽ വീനസ് പ്രഷർ. അടുത്തതാണ് CXR. എന്താണ്? ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ അത് ടിക്കിട്ടോ. 66 ടിക്കിട്ടോ. CXR ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ചെസ്റ്റ് എക്സ്റേ എന്നാണ്. ചെസ്റ്റിന്റെ റേയുടെ R. ചെസ്റ്റ് എക്സ്റേ ആണ് CXR എന്ന് പറയുന്നത്. ചെസ്റ്റ് എക്സ്റേ. അടുത്തതാണ് DNC. Deletion and curettage. DNC. ചിലർക്ക് DNC ചെയ്യുന്നതായിട്ടില്ലേ? നമ്മുടെ യൂട്രസിന്റെ ഒക്കെ ഉള്ളിലുള്ള ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യണേ കേട്ടോ. ടിഷ്യൂസ്
യൂട്രസിന്റെ ഉള്ളിലുള്ള ആ ടിഷ്യൂ റിമൂവ് ചെയ്യണതാണ്. ചെയ്തിട്ടുണ്ടോ? ആർക്കാണ്? ശരണ്യ രഞ്ജിത്തിന് ചെയ്തിട്ടുണ്ട് DNC. അതെ, ഇസാൻ ഫാസിനും ചെയ്തിട്ടുണ്ട് DNC, ഡിലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. അടുത്ത് നോക്കിയ D/C ആണ് അവിടെ അടുത്തത്. അത് ഡിസ്കണ്ടിന്യൂ എന്നാണ് മീൻ ചെയ്യുന്നത്. അബോഷനായോ? ഓക്കെ, അബോഷനായിട്ട് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, യൂട്രസ് ക്ലീനിങ് ആണ്, ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. D/C എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ആണ്, ഡിസ്കണ്ടിന്യൂ. ഓക്കെ, അടുത്ത് നോക്കിയേ DIFF എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ എന്നാണ് മീൻ ചെയ്യുന്നത്, വ്യത്യസ്തമായ ഡിഫറൻഷ്യൽ. DIFFERENTIAL ഡിഫറൻഷ്യൽ. DIFF എഴുതി കഴിഞ്ഞാൽ എന്താ വായിക്കുക? ഡിഫറൻഷ്യൽ എന്ന് വായിക്കണം. ഓർക്കുമ്പോൾ പേടിയാണെന്ന് ശരണ്യ. പെയിൻഫുൾ ആയിരുന്നോ DNC ചെയ്തപ്പോ? പെയിൻഫുൾ ആയിരുന്നു അല്ലെ? നമ്മളെ വേറെ കൂടുതൽ പെയിൻഫുൾ ആയിരുന്നു അല്ലേ? വേറെ അവിടെ ഒന്നും മരയിപ്പിക്കൊന്നും ചെയ്യല്ല അല്ലെ? മരയിപ്പിച്ചില്ല, നേരെ ചെയ്യാണല്ലേ? പച്ചക്ക് ചെയ്യാണ്. ഭയങ്കര വേദന, പെയിൻഫുൾ ആയിരുന്നു എന്നാ പറഞ്ഞേ. എന്നുവെച്ചാ നമുക്ക് അവിടെ മരവിപ്പിക്കൊന്നും ചെയ്യണല്ലോ, അതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു എന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ, മെമ്മറബിൾ ആണെന്ന്. ഓക്കെ, ഓർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വേദനയാണെന്നാ പറഞ്ഞ DNC ചെയ്യുമ്പോ. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് വായിക്കണം. ഓക്കെ, കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അല്ലെ? നിങ്ങളിപ്പോ ജസ്റ്റ് പേരുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല അനുഭവങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം പറഞ്ഞു പോകാം. നിങ്ങൾക്ക് അതിന്റെ ഉബ്ഷീറ എന്നാണോ പേര്? ഉബ്ഷീറ. ഓക്കെ, ഷോർട്ട് നെയിം മുബി എന്നാണ്. ഓക്കെ, മുബീനാണെന്ന പേരുണ്ട്. ഓക്കെ, കുട്ടിയുടെ പേരാണ് ഇസാൻ എന്നുള്ളത്, കുട്ടിയുടെ പേരാണ്. മുബീന്ന് വിളിച്ചാൽ മതി അല്ലെ? നമുക്ക് ഷോർട്ട് ചെയ്ത് വിളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഏതാണ്? DIG ആണ്, ഡിഗോക്സിൻ ആണ് കേട്ടോ. ഡിഗോക്സിൻ ഹാർട്ടിന് സ്ട്രെങ്ത് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ്സ് ആണ്, മരുന്നാണ് ഡിഗോക്സിൻ. DIGOXIN, ഡിഗോക്സിൻ. To improve the strength and efficiency of the heart. അതിന്റെ എഫിഷ്യൻസിക്ക് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നാണ് ഡിഗോക്സിൻ. DIG എന്ന് പറഞ്ഞ എന്തെന്നോ നമ്മൾ വായിക്കണം, ഡിഗോക്സിൻ എന്ന് വായിക്കണം. നെക്സ്റ്റ് നോക്കി, DM എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് മെലിറ്റസ്. DM ആണ്, ഡയബറ്റീസ് മെലിറ്റസ്. അറിയാവുന്നതാണ് അല്ലെ? പ്രമേഹം. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും അല്ലെ? ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ, ഷുഗർ. നമ്മുടെ ആ ഒരു ഫുഡിന്റെ ഇതുകൊണ്ടൊക്കെയാണ് മധുരമൊക്കെ നമ്മൾ പറയില്ലേ, പാരമ്പര്യമായിട്ട് കിട്ടാം. ചിലർക്കൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മധുരമൊക്കെ കഴിവില്ല, നമ്മൾ ഷുഗർ വരും എന്ന് പറയില്ലേ? ഷുഗർ, ഡയബറ്റീസ് മെലിറ്റസ്, പ്രമേഹം. ഓക്കെ, സാധാരണ ഉണ്ടാവും. എല്ലാവർക്കും ഒക്കെ ഉണ്ട് ഷുഗർ. ഭയങ്കര പാടാണല്ലേ? നമ്മൾ കൺട്രോൾ മദറിലേക്ക് ഉണ്ടെന്ന് നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫുഡില് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറിയില്ലേ ശരണിക്ക്? ഡെലിവറി ടൈമിൽ വന്നത് ചിലർക്ക് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ഉണ്ടോ? ഡെലിവറിക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഹോർമോണില് ഇപ്പൊ ഇല്ല. ഓക്കെ, ഒരു ടൈമില് ചിലപ്പോ മിക്കവർക്കും അങ്ങനെ ഉണ്ടാവാം. നമ്മുടെ ഫുഡും ഹോർമോൺസിന്റെ ഒക്കെ ചേഞ്ചും ഒക്കെ കൊണ്ട്. ലഡു കഴിച്ചിട്ടാണ് ശരണ്യ പറഞ്ഞേക്കണേ കേട്ടോ. അയ്യോ, നിങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ വായിക്കുന്നത്. ലഡു കഴിച്ചോണ്ടാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നോ മധുരം പ്രഗ്നന്റ് ആയിരുന്നപ്പോ? ഓക്കെ, ലഡു കഴിച്ചോണ്ടായിരുന്നോ പറഞ്ഞേ? ചിലർക്ക് നമ്മള് മരുന്നുകളൊക്കെ കൂടുതൽ കഴിക്കുന്നത് അങ്ങനെ ഇല്ല. ഇനി അടുത്ത് നോക്കിയപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഡയബറ്റീസ് മെലിറ്റസ് പറഞ്ഞത്. അപ്പൊ അതേ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയി. നമ്മള് കുഞ്ഞിന് അനക്കമില്ലായിരുന്നു, അതെ, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നോക്കി.
DM അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ, DOA DM അല്ലേ നമ്മൾ പറഞ്ഞത്? DM, ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, കൃഷ്ണേന്ദു അതിന്റെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ അവിടെ പറഞ്ഞല്ല. DM എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അടുത്ത് നോക്കിയേ, DOA എന്ന് പറഞ്ഞ ഡെഡ് ഓൺ അറൈവൽ, എത്തിയപ്പോഴേക്കും മരിച്ചു എന്നുള്ളത്. ഡെഡ് ഓൺ അറൈവൽ, DOA, ഡെഡ് ഓൺ അറൈവൽ. നെക്സ്റ്റ് നോക്കിയേ, DOE, ഡെസ്നിയ ഓൺ എക്സേർഷൻ. ഡെസ്നിയ ഓൺ എക്സേർഷൻ, അതായത് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യൂലേ. ദ പേഴ്സൺ ഫീൽസ് ദ ഷോർട്ട് ഓഫ് ബ്രീത്തിങ് ഡ്യൂറിങ് ദ എക്സസൈസ്. എക്സസൈസ് ഒക്കെ ചിലപ്പോ ബ്രീത്തിങ്ങിനൊരു എടുക്കാനായിട്ടുള്ള ഒരു ഇതില്ലേ, അതാണ് പറഞ്ഞത്. ഡെസ്നിയ ഓൺ എക്സേർഷൻ. നെക്സ്റ്റ് ആണ് DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അത് അടയാളപ്പെടുത്തണം കേട്ടോ. 74 DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അപ്പോ ഇതിനകത്ത് നമ്മൾ ടിക്ക് ഇട്ട് വെച്ചത് 56 ആണ്. ടിക്ക് ഇട്ടത് മാത്രം ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. 56 COLD, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. 57 COPD, chronic obstructive pulmonary disease. Then 59 CPR, cardiopulmonary resuscitation. Then 62 CSF, cerebrospinal fluid. Then അടുത്തത് 66 CXR, chest X-ray. Then last DON ആണ്, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമുള്ളതല്ലേ? പഠിച്ചില്ലേ എല്ലാവരും? 56, 57, 59, 62, 66, 74. ഓക്കെ, എല്ലാം എളുപ്പമുള്ളതാ. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്, പിന്നെ അടുത്തത് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, ചെസ്റ്റ് എക്സ്റേ, പിന്നെ അവരുടെ കൂടി ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. 6 അതിനകത്ത് പഠിച്ചാൽ മതി കേട്ടോ. 6. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും കൂടി അത്രയും പഠിച്ച ആ ഒരു പേജ്. നെക്സ്റ്റ് 75 ആണ് DOS, ഡെഡ് ഓൺ സീൻ. ഡെഡ് ഓൺ സീൻ, ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളത്. ഡെഡ് ഓൺ സീൻ, DOS എന്നാണ്. ആക്സിഡന്റോ അതൊക്കെ പറ്റി കഴിയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു, അതിനാണ് DOS എന്ന് പറയുന്നത് കേട്ടോ. ഡെഡ് ഓൺ സീൻ ആണ്. ആക്സിഡന്റ് പറ്റിയുമ്പോൾ നമുക്ക് അങ്ങനെ അബ്രിവേറ്റഡ് എഴുതാം. ഡെഡ് ഓൺ സീൻ എന്ന് പറഞ്ഞാൽ DOS, ഡെഡ് ഓൺ സീൻ. അടുത്ത് നോക്കിയേ, DTP ആണ്. അത് നമുക്ക് അറിയായിരിക്കും അല്ലെ, വാക്സിന് നമ്മൾ DTP എടുക്കാറില്ലേ? ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. ഡിഫ്തീരിയ എന്താ? ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള എന്ന് പറയും മലയാളം, തൊണ്ടമുള്ള. പെർട്ടൂസിസ് എന്താ? വില്ലൻ ചുമ. പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. ഇതിനെയൊക്കെ എന്താ പറയാ, ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വാക്സിൻ. ഡിഫ്തീരിയന്, പെർട്ടൂസിസ്, ടെറ്റനസ്, ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വാക്സിൻ DTP. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. നെക്സ്റ്റ് നോക്കിയേ, DSD ആണ്, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. D എന്ന് പറഞ്ഞാൽ ഡ്രൈ, S എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ, D എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ് DSD എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, DTAP. DTAP, ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. ആ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. D എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, T എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് A എന്ന് പറഞ്ഞാൽ അസെല്ലുലാർ, P എന്ന് പറഞ്ഞാൽ പെർട്ടൂസിസ് വാക്സിൻ. അടുത്തത് DTP, ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ. അത് തിരിച്ച് DPT, DTP കണ്ടോ? രണ്ടാമത് അവിടെ ടെറ്റനസ് ആയിന്നുള്ളൂ. അവിടെ പെർട്ടൂസിസിന് പകരം അവിടെ ടെറ്റനസ്. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ. നെക്സ്റ്റ് ആണ്
DTS. സ്മോൾ ലെറ്റർ കൊടുത്തേക്കുന്നത് എന്താണ്? ഡെലീറിയം ട്രെമൻഡസ് ആണ്. ട്രെമൻസ് ഡെലീറിയം ട്രെമൻസ്. അതായത് ഒരു നമ്മള് ഒത്തിരി എന്താ പറയാ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളുകളില്ലേ, അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ അതൊക്കെ മരുന്നുകളൊക്കെ കൊടുത്ത് അത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു മെന്റലി ചിലപ്പോ വല്ല പ്രശ്നങ്ങൾ വരാലോ. മെന്റൽ ഡിസോർഡർ ആണ്. മദ്യം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ ഡിസോർഡർ ആണ് പറയുന്നത് ഡെലീറിയം ട്രെമൻസ് എന്ന് പറയുന്നത്. ഡെലീറിയം ട്രെമൻസ് മദ്യം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ ഡിസോർഡർ. നെക്സ്റ്റ് ആണ് DVT എന്ന് പറയുന്നത്, ഡീപ്പ് വീനസ് ത്രോംബോസിസ്. നെക്സ്റ്റ് D5W, ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. 5 എന്ന് പറഞ്ഞാൽ 5%നെയാണ് കാണിക്കുന്നത്. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ഒരു ഫോം ആണ് കേട്ടോ. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. നെക്സ്റ്റ് ആണ് DX, ഡയഗ്നോസിസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. 83 നോട്ട് ചെയ്തോ കേട്ടോ. 83 DX, ഡയഗ്നോസിസ്. വീണ്ടും പറയുന്നത് ലാസ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കണം. അതിനാണ് ഡയഗ്നോസിസ് ആണ് DX. നെക്സ്റ്റ് നോക്കിയേ ECG. അത് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അതും ടിക്കിട്ടോ. ECG ടിക്കിട്ട് വെച്ചോ. ഇലക്ട്രോ കാർഡിയോഗ്രാം പ്രത്യേകിച്ച് പഠിക്കണ്ട, നമ്മൾ പഠിച്ചു തന്നെയാണ്. അടുത്ത് നോക്കിയേ ED. അത് പഠിച്ചിട്ടുണ്ടല്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. യെസ്, അതും ടിക്കിട്ടോ കേട്ടോ. അപ്പൊ 83, 84, 85 മൂന്നും നമ്മൾ പഠിച്ചതാണ്. DX, ഡയഗ്നോസിസ്, ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, then ED എന്ന് പറഞ്ഞ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഏതാണ് 62 മുതലാണോ പറയണ്ടേ? 62 കഴിഞ്ഞ 2 62, 66, 74 ആ മൂന്നെണ്ണമുള്ള പേജിൽ. പിന്നെ 62, 66, 74 അത് മൂന്നെണ്ണം പഠിച്ചാൽ. പിന്നെ നമ്മള് വന്നത് 83ലേക്ക് കേട്ടോ. ഓക്കെ, 83ലേക്കാണ് വന്നത്. 83, 84, 85 മൂന്ന് പഠിച്ചതാണ്, ടെൻഷൻ ഇല്ല. അടുത്ത് നോക്കിയേ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതും ടിക്കട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ. ഓക്കെ 86 അല്ലെ? 86 ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഓരോ ലൈൻ ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വരെ പറഞ്ഞേ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ED കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ട്, അവരുടെ ഇടയിൽ ഒരു മിസ്സായി. ഏതാണ്? EDC ആണ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. കണക്കാക്കിയ ആ രോഗാവസ്ഥയിലുള്ള ഒരു കിടപ്പ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു അതിന് പ്രസവിച്ച് ആ കിടക്കുന്ന ഒരു ടൈം, അങ്ങനെ പറയും. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, EDC. നെക്സ്റ്റ് ടിക്ക് വേണ്ട കേട്ടോ. 83, 84, 85 മൂന്നെണ്ണേ നമ്മൾ അവിടെ ടിക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്തതാണ് 87 ടിക്ക് ചെയ്യണം. EEG ഏതാണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം. നെക്സ്റ്റ് നോക്കി 88 നമ്മൾ എപ്പോഴും എഴുതാറുള്ള EG എന്ന് എഴുതി എന്താ? ഫോർ എക്സാമ്പിൾ അല്ലെ? നീട്ടി പിടിച്ച് എഴുതാറുണ്ടോ നമ്മള് എഴുതുമ്പോ? ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ EG എന്നല്ല എഴുതാറുള്ളൂ. എക്സാമ്പിൾ ആണ് EG. നെക്സ്റ്റ് നോക്കിയേ EKG ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. EKG 89 ടിക്ക് കേട്ടോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയല്ലേ? EKG എന്നുമുണ്ട്, ECG എന്നുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടും ബോത്ത് ആർ യൂസ്ഡ്, രണ്ടും ഉപയോഗിക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാമിന് നമ്മൾ ECG എന്ന് ഉപയോഗിക്കാം. ഇലക്ട്രോ കാർഡിയോയുടെ ജിയുടെ ഗ്രാം. അത് കൂടാതെ EKG എന്ന് പറയും. രണ്ടും നമ്മളത് ഇലക്ട്രോ കാർഡിയോഗ്രാമിന് ഉപയോഗിക്കുന്ന അബ്രിവേഷൻ തന്നെയാണ്. EKGയും ഉണ്ട്, ECGയും ഉണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോ.
അതും കൂടി നിങ്ങൾ എഴുതി വെച്ചോ കേട്ടോ. അവിടെ EKG കൂടെ എഴുതി വെച്ചോ. EKG, ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, അത് ടിക്ക് ഇടണം കേട്ടോ. അടുത്തതാണ് ENG. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാത്തല്ലേ, ENGനെ കാണാൻ പോവാ. എന്താ ENG? ഇയറിനെ നോക്കുന്നത്, നോസിനെ നോക്കുന്നത്, ത്രോട്ടിനെ നോക്കുന്നത് അല്ലെ. ENG, ഇയർ, നോസ്, ത്രോട്ട്, ENG. നെക്സ്റ്റ് ആണ് ER. ER അറിയാം, ഏതാണ്? എമർജൻസി റൂമാണ്. എമർജൻസി റൂമാണ് ER. നിങ്ങളിത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കേട്ടോ. നമുക്ക് ഇതിന്റെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ നമുക്ക് വരും. ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി. ER, എമർജൻസി റൂം. ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. അവിടെ എന്തായാലും നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. 4 ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. കറക്റ്റ് ഓപ്ഷനും അവിടെ ഉണ്ടാവും. ഇതിന്റെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ആവും. എമർജൻസി റൂം അവിടെ വായിക്കാമല്ലോ നമുക്ക്. ഏതാണ്? 91 ടിക്ക് ഇടണം കേട്ടോ. 91 ടിക്ക് ഇടണം. ER, എമർജൻസി റൂമാണ്. 92 ആണ് ET, എൻഡോട്രാക്കിയൽ ട്യൂബ്. അതും ടിക്ക് ഇട്ടോ. എൻഡോട്രാക്കിയൽ ട്യൂബ്. 90 വേണ്ട കേട്ടോ. 91, 92. 91, 92 ET. എൻഡോട്രാക്കിയൽ ട്യൂബ് ആണ്. അതായത് നമുക്ക് ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ലങ്സിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഇടുന്നത്. സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബ്രീത്തിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ് എൻഡോട്രാക്കിയൽ ട്യൂബ്, ET. അടുത്തതാണ് ETA. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എത്തിച്ചേരുമെന്ന് കണക്കാക്കിയ ഒരു സമയം. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, ETA. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. അടുത്തതാണ് ETOH. ഈഥൈൽ ആൽക്കഹോൾ. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? ഈഥൈൽ ആൽക്കഹോൾ ആണ്. OH എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് OH. ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ. 95 ETT, എൻഡോട്രാക്കിയൽ ട്യൂബ്. ET എന്ന് പറഞ്ഞാലും ETT എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ്. അത് രണ്ടും നോട്ട് ചെയ്തപ്പോ ETയും ETTയും ടിക്ക് ഇട്ടോ. 95ഉം 92. ലാസ്റ്റത്തെ 96 ആണ്. 0 ഇട്ടിട്ട് F എന്തെന്ന് വായിക്കാം? ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി ഫാരൻഹീറ്റ്. എത്ര ഡിഗ്രി ആണെന്ന് വെച്ചാൽ എഴുതണം. എന്നിട്ട് ഇപ്പൊ 32 ആണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. 70 ആണെങ്കിൽ 70 ഡിഗ്രി ഫാരൻഹീറ്റ്. എന്തെന്നാ വായിക്കാം? ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് കേട്ടോ. ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടിക്ക് ഇട്ട് വെച്ചത് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ അത് ടിക്ക് ഇട്ടത് കറക്റ്റ് അല്ലേന്ന് നോക്കാം കേട്ടോ. 83, 84, 85, 87, 89, 91, 92, 95. 91, 92, 95. ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പല്ലേ? DX, ഡയഗ്നോസിസ്. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ED എന്ന് പറഞ്ഞ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ECG, EKG എന്ന് പറഞ്ഞാലും ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ തന്നെ പറയുന്നത് കേട്ടോ. രണ്ടും ഉപയോഗിക്കുന്നതാണ്, അബ്രിവേഷൻ ഫോം ആണ്. പിന്നെ ER എന്ന് പറഞ്ഞാൽ എമർജൻസി റൂമാണ്. എമർജൻസി റൂമാണ്. പിന്നെ ET എന്ന് പറഞ്ഞാൽ എൻഡോട്രാക്കിയൽ ട്യൂബ്. ഒരെണ്ണം കൂടി വരാം. ETT എന്ന് പറഞ്ഞാലും എൻഡോട്രാക്കിയൽ ട്യൂബ്. അത്രയും മാത്രം അതിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്പേഴ്സ് ക്ലിയർ അല്ലേ? 83, 85, 84, 85, 83, 84, 85, 87, 89, 91, 92, 95. അത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിയേ, 97 ആണ് കേട്ടോ. 97 FiO2, fraction of inspired oxygen. Fraction of inspired oxygen ആണ് FiO2 എന്ന് പറയുന്നത്. Then 98 FBS എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഷുഗർ നോക്കണവർ ചെയ്യാറില്ലേ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്താ? ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അല്ലെ? ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാതെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക്
ബ്ലഡിലെ ഷുഗർ ലെവൽ നോക്കുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ. ഭക്ഷണത്തിനൊക്കെ മുന്നേ നമ്മൾ ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷവും നോക്കൂ അല്ലെ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ഇത് FBS എന്ന് പറയുന്നത്. എംപ്റ്റി സ്റ്റൊമക്. ഓക്കെ, വയറ് കാര്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും, ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, Fe എന്ന് പറഞ്ഞ അയൺ ആണ്. ഇത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അയണിന്റെ ഇത് Fe ആണ് കേട്ടോ, Fe. നെക്സ്റ്റ് 100 നോക്കിയേ, FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഭ്രൂണത്തിന്റെ എംബ്രിയോയുടെ ആ ഹൃദയമിടിപ്പാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റ്. അത് നോട്ട് ചെയ്തു. 100 ടിക്കറ്റ്. ഫീറ്റൽ ഹാർട്ട് റേറ്റ്. അടുത്ത നോക്കിയേ, FHT എന്ന് പറഞ്ഞ ഫീറ്റൽ ഹാർട്ട് ടോൺ. TONES, ടോൺ. ടോൺ ആണ് കേട്ടോ, ടോൺസ്. സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടാവും, ശരിയാ. കുട്ടിയുടെ ഇതിനകത്ത് ഹൃദയമിടിപ്പ് ഈ FHR എന്ന് പറഞ്ഞോണ്ട് അതിനകത്ത് അല്ലെ, FHR ഇത്ര എന്ന് പറഞ്ഞോണ്ട് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ് അത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക ഫീറ്റൽ ഹാർട്ട് റേറ്റ്. FHT എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് ടോൺ ആണ്, ടോൺ. TONES, ടോൺ. അടുത്തതാണ് FHX ഫാമിലി ഹിസ്റ്ററി. 100ഉം 101ഉം നോട്ട് ചെയ്തു കേട്ടോ. 100ഉം 101ഉം അവിടെ ടിക്ക് കിട്ടും. ഇനിയിപ്പോ വേണ്ട. FHX എന്ന് പറഞ്ഞ ഫാമിലി ഹിസ്റ്ററി ആണ്. FL എന്ന് പറഞ്ഞ FL ഫെംറ്റോലിറ്റർ ആണ്. ഫെംറ്റോലിറ്റർ, അതായത് നമുക്ക് വോളിയം മെഷർ ചെയ്യുന്ന കേട്ടോ. ഫെംറ്റോലിറ്റർ വോളിയം മെഷർ ചെയ്യാനുള്ളതാണ്. അതായത് ഏകദേശം നമ്മളൊരു ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻50 ലിറ്റർ വരും. 1 ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 10⁻⁻15 ലിറ്റേഴ്സ് വരും. ഫെംറ്റോലിറ്റർ ആണ് FL. അത് വോളിയം, നമ്മള് വോളിയം മെഷർ ചെയ്യാനുള്ളതാണ്, വോളിയം. അടുത്തതാണ് FL എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ആണ് കേട്ടോ. 2 എണ്ണം പറയുന്നുണ്ട്. FL എന്ന് പറഞ്ഞ ഫ്ലൂയിഡ്, FLD എന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് തന്നെയാണ്. FL എന്ന് പറഞ്ഞാലും FLD എന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് തന്നെയാണ് കേട്ടോ, ഫ്ലൂയിഡ്. നെക്സ്റ്റ് ആണ് FSH എന്ന് പറഞ്ഞ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അടുത്തതാണ് FX എന്ന് പറഞ്ഞ ഫ്രാക്ചർ ആണ്, ഒടിവ്. ഫ്രാക്ചർ, ഒടിവാണ്. G എന്ന് പറഞ്ഞറിയാലോ, എന്താണ് നമ്മൾ മാത്സ് എഴുതുമ്പോൾ എഴുതാറില്ല, എത്ര ഗ്രാം അല്ലെ. ഗ്രാം GRAM നേരെ എഴുതാറില്ല, നേരെ നമ്മൾ ഷോർട്ട് എഴുതാം. അബ്രിവേറ്റഡ് ഫോം എഴുതുന്നത് G എന്ന് എഴുതി കഴിഞ്ഞാൽ ഗ്രാം എന്ന് വായിക്കും. ഇനി GB എന്ന് പറഞ്ഞാൽ ഗാൾ ബ്ലാഡർ ആണ്, പിത്താശയം. ഗാൾ ബ്ലാഡർ, പിത്താശയാണ് GB. അടുത്തതാണ് GL എന്ന് പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ദഹനനാളം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ആണ് GL. അത് രണ്ടും നോട്ട് ചെയ്യുന്നു കേട്ടോ. 109ഉം 110ഉം. GB എന്ന് പറയുന്നത് GB ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഗാൾ ബ്ലാഡറിലാണ്. GL എന്ന് പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ദഹനനാളം. മറ്റത് പിത്താശയം. ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ പിത്താശയം, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനനാളാണ്. അടുത്തതാണ് GM, ഗ്രാം എന്ന് പറഞ്ഞ ഗ്രാം. ജിയും അറിയാലോ, GM എന്നും നമുക്ക് എഴുതാം, G എന്നും എഴുതാം, GM എന്ന് എഴുതിയാലും ഗ്രാം എന്ന് തന്നെ ഇവിടെ വായിക്കാം. രണ്ടെണ്ണം. അടുത്തതാണ് GR, ഗ്രെയിൻ ആണ്. GRAIN, ഗ്രെയിൻ. അടുത്തത് GSW, ഗൺ ഷൂട്ട് വൂണ്ട്, വെടിയേറ്റ മുറിവ്. ഗൺ ഷൂട്ട് വൂണ്ട് ആണ് GSW, ഗൺ ഷൂട്ട് വൂണ്ട്. നെക്സ്റ്റ് ആണ് GTT, 114. GTT സ്മോൾ ലെറ്റേഴ്സ് ആണ്, ഡ്രോപ്സ് എന്നാണ് വായിക്കുന്നത്. ഇത്ര ഡ്രോപ്സ് മരുന്നുകളൊക്കെ പറയുമ്പോ നമുക്ക് ഇത്ര ഡ്രോപ്സ് ഇല്ലേ, അതിന് പകരം GTT എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ് എന്ന് വായിക്കണം.
ഡ്രോപ്സിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് GTT. സ്മോൾ ലെറ്റേഴ്സ് ആണ്. തുള്ളി തുള്ളി. ഓക്കെ, ഡ്രോപ്സ്. ഇനി നോക്കി അവിടെ സ്മോൾ ലെറ്റർ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ GTT വേറെ എന്താ പറയുന്നത്? ഇതാ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പ്രഗ്നൻസി ടൈമില് ഷുഗർ വന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ. അപ്പൊ അങ്ങനെ ആ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ആ ഷുഗർ കണ്ടുപിടിക്കാനായിട്ട് അതിനുള്ള ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗർഭകാലത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഗർഭകാലത്തൊക്കെയുള്ള പ്രമേഹം കണ്ടുപിടിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. GTT ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അവിടെ. സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ ഡ്രോപ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ GTT എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. അടുത്തത് ജെനിയോ യൂറിനറി. ജെനിറ്റോ യൂറിനറി. GENITO എന്നും കൂടെ ഉണ്ട്. ജെനിറ്റോ യൂറിനറി. യൂറിനറി ഓർഗൻ, ജെനിറ്റൽ ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ജെനിറ്റോ യൂറിനറി. GYN അതറിയാലോ, ഗൈനക്കോളജി. GYN എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി ആണ്. 170 നോട്ട് ചെയ്തു. ഗൈനക്കോളജി. ഗൈനക്കോളജി. ഇനി 118H അതെപ്പോഴും നമ്മൾ എഴുതണ മണിക്കൂർ എഴുതുമ്പോ ഇത്ര അവർ അല്ലെ, 8 അവർ. HOUR ഹവറിന് എഴുതാറില്ല, H എന്ന് എഴുതാറുള്ളൂ സ്മോൾ ലെറ്റർ. ഇനി ക്യാപിറ്റൽ H ബ്രാക്കറ്റ് അവിടെ ഉണ്ട് നോക്കിയേ, ഹൈപ്പോഡെർമിക് ആണ്. H എന്ന് എഴുതിയാലും ഹൈപ്പോഡെർമിക്. സ്കിന്നിന്റെ അടിയിൽ വരുന്ന ഹൈപ്പോഡെർമിക്, സ്കിന്നിന്റെ അടിയിൽ വരുന്ന ഹൈപ്പോഡെർമിക്. അപ്പോ HR എന്ന് എഴുതാം. H എന്ന് പറഞ്ഞാല് ഹവർ എന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ ഗ്രാം എഴുതൂലേ, G എന്ന് പറഞ്ഞാലും ഗ്രാം, GM എന്ന് എഴുതിയാലും ഗ്രാം എന്ന് തന്നെ നമുക്ക് പറയാം. G എന്ന് പറഞ്ഞാൽ ഗ്രാം, GM എന്ന് പറഞ്ഞാലും ഗ്രാം തന്നെ. അതുപോലെ മണിക്കൂറിന് ചിലർ H എന്ന് എഴുതിയാലും കുഴപ്പമില്ല, HR എന്ന് എഴുതിയാലും ഹവർ എന്ന് തന്നെയാ വായിക്കുന്നത്. ഇത്ര മണിക്കൂർ. അപ്പൊ അതിനകത്ത് നമ്മള് പറഞ്ഞത് 100, 101, 100, 101, പിന്നെ 109, 110, 109, 110, പിന്നെ 150, 170. 6 പഠിച്ചാൽ മതി. അത്രയും 6 നമ്മൾ പഠിച്ചു വെക്കുക. പഠിച്ചതാണ്, എളുപ്പമാണ്. 100 എന്ന് പറഞ്ഞാൽ ഫീറ്റൽ H, ഹാർട്ട് റേറ്റ്, ഫീറ്റൽ ഹാർട്ട് ടോൺ. ആണ് ടോൺ, TONES, ടോൺസ്. അതിനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് GB ആണ് ഇവിടെ, ഗാൾ ബ്ലാഡർ, പിത്താശയോ. പിന്നെ GL എന്ന് പറഞ്ഞ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, ദഹനനാളം, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. GI നിങ്ങൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഓപ്ഷൻ ഉണ്ടല്ലോ, അല്ലാതെ നിങ്ങളോട് കറക്റ്റ് കാണാതെ എഴുതാനല്ലോ പറയുന്നേ. അവിടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷനിൽ നിന്നല്ലേ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, പിന്നെ GTT എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. GYN എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി. 6 പഠിച്ചില്ലേ പേജിലെ? ഗൈനക്കോളജി. ഇനി നെക്സ്റ്റ് നോക്കിയേ, എളുപ്പല്ലേ, വേറെ ഒന്നുമില്ല. അബ്രിവേഷൻ എക്സ്പാൻഡഡ് ഫോം, അത്രയും മാത്രമേ അതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, H and H, ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. റെഡ് ബ്ലഡ് സെൽസിന്റെ, ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ, അതൊരു നിശ്ചിത വ്യാപ്തത്തില് ആ ബ്ലഡ് സെൽസിന്റെ ശതമാനം കണ്ടുപിടിക്കുന്നതാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. H and P എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. Then H/A എന്ന് പറഞ്ഞാൽ ഹെഡേക്ക് ആണ്. H/A ഹെഡേക്ക്. HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ. പഠിച്ചതാണ്, ടിക്ക് ഇട്ടോ. HB എഴുതാറില്ല. HB നമ്മള് ഹീമോഗ്ലോബിനെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ഹീമോഗ്ലോബിൻ നേരെ എഴുതൂല അല്ലെ. HB എന്നാണ് ആ റിപ്പോർട്ടിൽ അവിടെ ഉള്ളത്. HB ആണ് ഹീമോഗ്ലോബിൻ. എന്ത് ടെസ്റ്റാ? HB, അത്രേ ഉള്ളൂ.
ഹീമോഗ്ലോബിൻ എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം ലാബ് ടെസ്റ്റില് വെറിഞ്ഞിട്ടുണ്ട് ലാബ് ടെസ്റ്റില് HB ഹീമോഗ്ലോബിൻ. നെക്സ്റ്റ് നോക്കിക്കേ HCT ഹെമറ്റോക്രിറ്റ്. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെയാണ്, ഹെമറ്റോക്രിറ്റ് ആണ്. അടുത്തതാണ് HG മെർക്കുറി ആണ്. HG മെർക്കുറി രണ്ട് മാറിപ്പോകും കേട്ടോ. HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിനും HG എന്ന് പറഞ്ഞാൽ മെർക്കുറി. അത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും ടിക്ക് കിട്ടും കേട്ടോ, അത് കൺഫ്യൂസ്ഡ് ആവരുത്. അത് രണ്ടും ടിക്ക് ഇടുക. 124ഉം 126ഉം ഇപ്പൊ തന്നെ പഠിച്ചു നോക്കിയോ നിങ്ങള്? നമ്മളാ പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചോ? പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. HB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനും HG എന്ന് പറഞ്ഞാൽ മെർക്കുറിയുമാണ്. മെർക്കുറി. ഇനി അടുത്ത നോക്കിയേ HG മെർക്കുറി. നെക്സ്റ്റ് 127 HGB ഹീമോഗ്ലോബിൻ. അതും ഹീമോഗ്ലോബിന്റെ തന്നെയാണ് കേട്ടോ. HGB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ. HGB ഹീമോഗ്ലോബിൻ. അടുത്തതാണ് ഹിയാറ്റൽ ഹെർണിയ. ഹിയാറ്റൽ ഹെർണിയ നമ്മുടെ എന്താ പറയാ, സ്റ്റൊമക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന കേട്ടോ, ചെസ്റ്റിന്റെ അങ്ങോട്ടേക്ക് വയറിങ്ങനെ ഉന്തി വരുന്ന ഇതാണ് പറയുന്നത് ഹിയാറ്റൽ ഹെർണിയ. ഇതാണ് 127 വേണ്ട, അത് അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വെച്ചതിൽ പഠിക്കണ്ടല്ലോ, അത് രണ്ടും കൂടി ഒരുമിച്ച് ഞങ്ങൾ പഠിക്കാം. ഹീമോഗ്ലോബിന്റെ അബ്രിവേഷൻ ഫോം രണ്ടെണ്ണം വരുന്നുണ്ട്. HB എന്ന് പറഞ്ഞാലും HGB എന്ന് പറഞ്ഞാലും ഓക്കെ, അത് ടിക്ക് കിട്ടും. ഏതാ ഓപ്ഷൻ വരികയെന്ന് അറിയില്ലല്ലോ. ഹീമോഗ്ലോബിൻ അത് ചോദിക്കാറുണ്ട്, അത് ഹീമോഗ്ലോബിൻ. പിന്നെ അടുത്തതാണ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ. ചെയ്തോട്ടോ. അതിപ്പോ ഹീമോഗ്ലോബിന്റെ അബ്രിവേഷൻ ഫോം ഇനിയിപ്പോ ഇതാ ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ട് പഠിച്ചു വെച്ചാ അവിടെ. HB എന്ന് പറഞ്ഞാലും HGB എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഓക്കെ, ഗ്ലോബിൻ. അടുത്തതാണ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. എന്തിനു കാരണമാകുന്ന വൈറസാ HIV? എയ്ഡ്സിനല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് അത് ടിക്ക് ഇടണം കേട്ടോ. 129 ടിക്ക് ഇട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇനി 130 H2O. അറിയാലോ, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ല. വാട്ടർ. നമ്മൾ കെമിക്കൽ ഫോർമുലയൊക്കെ എഴുതുമ്പോ H2O എന്നല്ലേ എഴുതാ? വാട്ടർ. അത് ഓ ഇച്ചിരി ചെറുതാക്കി എഴുതണേന്നുള്ളൂ. താഴെ അറിയാലോ, H2O വാട്ടർ. H2O വാട്ടർ. അടുത്തത് അതെ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. H2O2 അതും കെമിക്കൽ ഫോർമുലയാണ്. ആയിട്ട് നമ്മൾ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് രണ്ടും ടിക്ക് കിട്ടും. മൂന്നെണ്ണം 129, 130, 131. അത് മൂന്നും ടിക്ക് ഇട്ട് വെച്ചോ. H2O വാട്ടർ, H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് നോക്കിയേ, ഹൈഡ്രജൻ പെറോക്സൈഡ് കഴിഞ്ഞ് നെക്സ്റ്റ് 132 HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. പിന്നെ അതേ കണ്ടോ, HR എന്ന് പറഞ്ഞത് വേറെ കൊടുത്തേണ്ട അവർ കണ്ടോ, അതൊക്കെ ഒരുമിച്ച് നോക്കിയാൽ മതി. H എന്ന് പറഞ്ഞാലും HR എന്ന് പറഞ്ഞാലും അവർ തന്നെയാണ്. നെക്സ്റ്റ് നോക്കിയേ, HS അറ്റ് ബെഡ് ടൈം. ഉറങ്ങുന്ന സമയത്ത്. അറ്റ് ബെഡ് ടൈം. HS എന്ന് പറഞ്ഞ അറ്റ് ബെഡ് ടൈം. HT എന്ന് പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ. HX ഹിസ്റ്ററി. ഹിസ്റ്ററി. HZ ഹെർട്സ്. ഹെർട്സ് എന്ന് കേട്ടിട്ടില്ലേ? എന്തിന്റെ യൂണിറ്റ്? ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ആണ് കേട്ടോ ഹെർട്സ്. ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ഹെർട്സ്. HZ. I and O ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ് ആണ് ഹെർട്സ്. അടുത്തതാണ് I and O എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്.
Then IC എന്ന് പറഞ്ഞാൽ 2-3 ഉണ്ട്. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം. ഇൻട്രാകാർഡിയാക്, ഇൻസ്പയറി capillary capacity, inspiratory capacity. Then irritable colon, മൂന്നെണ്ണം അതിന്റെ IC എന്ന് പറഞ്ഞ ഇൻട്രാകാർഡിയാക്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇറിറ്റബിൾ കോളൻ. നെക്സ്റ്റ് ആണ് ICP, ഇൻട്രാക്രേനിയൽ പ്രഷർ. ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് പഠിച്ചിട്ടുണ്ട്. ICU എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇപ്പൊ എടുക്കണേ. ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. യെസ്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പറഞ്ഞായിരുന്നു ഒരു ബാലൻസ് അവിടെ ഒരു ചാപ്റ്റർ എടുക്കില്ലാന്ന് അല്ലെ. അത് ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അത് മാം ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് അത് ടിക്ക് ഇടണം കേട്ടോ. 141 ICU ഇന്റൻസീവ് ഇന്നലെ എടുത്തു. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്ത് നോക്കിയ 142 IDDM, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്, IDDM അതൊന്ന് ടിക്ക് ഇട്ടോ കേട്ടോ. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. 143 എന്താണ് IM, ഇൻട്രാമസ്കുലർ മെലിറ്റസ്, MELLITES. എന്താ പ്രമേഹം? ഡയബറ്റിസ് മെലിറ്റസ്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് പ്രമേഹമാണ് കേട്ടോ. IM എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലർ. ഓക്കെ, ഇൻട്രാമസ്കുലർ. അതില് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ ഒന്നുകൂടി നമ്പർ പറയാം. 124, 126, 127, 129, 130, 131, 141, 142, 143. ഇൻട്രാമസ്കുലർ. എളുപ്പമുള്ള എല്ലാരും. ഓക്കെ, ഏതാണോ നമ്പർ ആണോ? നമ്പർ ഒന്നും കൂടി പറയാനാണോ? പറയാം. പറയാം. ഇതിപ്പോ 100 ഇതിപ്പോ നമ്മൾ പറഞ്ഞതിന്റെ ആണോ അല്ലെ ആദ്യം മുതലാണോ? 140 ഉണ്ടോ മിസ്? ഇല്ല 40 ഇല്ല. ഞാൻ ഒന്നുകൂടി പറയാം. 124, 126, 127, 129, 130, 131, 141, 142, 143 അത്രയും പഠിച്ചാൽ മതി. HB ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. 124 ഏതാ? ഹീമോഗ്ലോബിൻ ആണ് HB. അതുപോലെ തന്നെ നമ്മൾ നോക്കിയ ഹീമോഗ്ലോബിന്റെ ഓർമ്മ കൂടി പറഞ്ഞു. HGBയും ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഹീമോഗ്ലോബിന്റെ നമ്മുടെ അബ്രിവേഷൻ ഫോം രണ്ടെണ്ണം എഴുതാം. HBയും HGBയും എഴുതാം. അത് രണ്ടും നോട്ട് ചെയ്യണം. പിന്നെ അതിന്റെ അടിക്ക് ഓർമ്മ പറഞ്ഞത് HG ആണ്. HG എന്താ? മെർക്കുറി ആണ്. HG എന്ന് പറഞ്ഞാൽ മെർക്കുറി. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചതാണ് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എളുപ്പമുള്ള. പിന്നെ രണ്ട് നമ്മളെ കെമിക്കൽ ഫോർമുലയാണ് നമ്മൾ പഠിച്ചത്. H2O എന്തിനാണ്? വാട്ടർ. പിന്നെ H2O2 എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. O2 അല്ലേ? ഓക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് H2O2. രണ്ട് കെമിക്കൽ ഫോർമുല. മറ്റത് മൂന്നെണ്ണം ക്ലിയർ അല്ലേ? ഹീമോഗ്ലോബിന്റെ രണ്ടെണ്ണം, മെർക്കുറിയുടെ ഒരെണ്ണം, HG. ഓക്കെ. പിന്നെ രണ്ട് കെമിക്കൽ ഫോർമുലാസ് നമ്മൾ പഠിച്ചത്. H2O എന്ന് പറഞ്ഞ വാട്ടർ, H2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. ക്ലിയർ ആക്കുക കേട്ടോ, ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ നമ്മൾ താഴേക്ക് വന്നു. ഏതാണ്? ICU. അതറിയാം.
ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെയാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. പിന്നെ അടുത്ത IDDM. DM എന്താ? ഡയബറ്റീസ് മെലിറ്റസ്. ID എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളൂല്ലോ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. അടുത്തതാണ് IM. ഒരെണ്ണം മാത്രം അവിടെ പഠിച്ചാൽ മതി നിങ്ങൾ. ഇൻട്രാമസ്കുലാർ. IM എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലാർ. ഇപ്പൊ തന്നെ എല്ലാവരും പഠിച്ചല്ലോ അല്ലെ? IM എന്താണ്? ഇൻട്രാമസ്കുലാർ. IM എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്കുലാർ. ഓക്കെ, ഇൻട്രാമസ്കുലാർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, 144 ആണ്. 144 IO ആണ്. ഇൻട്രാ ഓസിയസ്. ഇൻട്രാ ഓസിയസ് അതായത് ഇൻട്രാ ഓസിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നുകള്, അതുപോലെ തന്നെ എന്തെങ്കിലും ദ്രാവകങ്ങള്, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ അസ്ഥിമജ്ജയിലേക്ക് നേരിട്ട് ഇൻജക്ട് ചെയ്യുന്നതാണ്. നേരിട്ട് കുത്തിവെക്കുന്ന പ്രക്രിയയാണ്. അസ്ഥിമജ്ജയിലേക്ക് മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകങ്ങള് ഇതൊക്കെ നേരിട്ട് കുത്തിവെക്കുന്നതിനാണ് ഇൻട്രാ ഓസിയസ് എന്ന് പറയുന്നത്. IO, ഇൻട്രാ ഓസിയസ്. അടുത്ത നോക്കിയേ, IPPB, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഇതാണ് IPPB, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. IUD എന്ന് പറഞ്ഞ ഇൻട്രാ യൂറിൻ, ഇൻട്രാ യൂററ്റൈൽ, യൂററ്റൈൽ, ഇൻട്രാ യൂററ്റൈൽ ഡിവൈസ് ആണ്. സ്മോൾ T ഷേപ്ഡ് എന്താണ് ഈ പ്രഗ്നൻസിനെ നമുക്ക് തടയാനായിട്ട് ഗർഭ നിരോധന മാർഗമാണ് ഈ T ഷേപ്ഡ് T സംഭവം ഇടൂലേ, കോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇൻട്രാ യൂററ്റൈൽ ഡിവൈസ്. ലൈക്ക് കോപ്പർട്ടി പോലെ T ഷേപ്ഡ് സംഭവം പ്രഗ്നൻസി തടയാനായിട്ടുള്ളത്. അടുത്തതാണ് IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ആണ്. ഇൻട്രാവീനസ് അതൊന്ന് ടിക്ക് കിട്ടോ കേട്ടോ. 147 ടിക്ക് കിട്ടോ. ഇൻട്രാവീനസ്, ഇൻട്രാവീനസ്. അടുത്തതാണ് JVD, ജഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. അതായത് നമ്മുടെ കഴുത്തിലെ പ്രധാനപ്പെട്ട ഒരു വെയിൻ ഇങ്ങനെ ബൾജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത്. JVD എന്ന് പറഞ്ഞാൽ ജഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ജഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. നെക്സ്റ്റ് K+ ആണ്. അത് നമുക്ക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ? പൊട്ടാസ്യം. K+, പൊട്ടാസ്യം. KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. അത് ടിക്കട്ടോ കേട്ടോ. 150 ടിക്കട്ടോ. പൊട്ടാസ്യം ക്ലോറൈഡ് KCl. പൊട്ടാസ്യത്തിന്റെ K, ക്ലോറൈഡിന്റെ Cl, പൊട്ടാസ്യം ക്ലോറൈഡ്. kg അതറിയാം നിങ്ങൾക്ക്. കിലോഗ്രാം. കിലോഗ്രാം നമ്മൾ നേരെ കിലോഗ്രാം എന്ന് വലിച്ചു വാരി എഴുതാറില്ല. നമ്മൾ എഴുതുമ്പോ എത്ര കിലോ, kg, ഇത്ര കിലോ എന്ന് എഴുതുമ്പോ kg എന്നാണ് എഴുതുന്നത്, കിലോഗ്രാം. അടുത്തതാണ് KUB, കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. അതൊന്ന് ടിക്കട്ടോ. 152 ടിക്കട്ടോ. കിഡ്നി, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. അടുത്തതാണ് KVO, കീപ്പ് വെയിൻ ഓപ്പൺ. കീപ്പ് വെയിൻ ഓപ്പൺ. അടുത്ത് L എന്ന് പറഞ്ഞ ലിറ്റർ ആണ്. ലിറ്റർ അത് നമ്മൾ എഴുതാറുണ്ടല്ലോ. ഇത്ര ലിറ്റർ എന്ന് പറയാറില്ല അല്ലെ. ലെക്ചർ, L എന്ന് പറഞ്ഞ ലിറ്റർ. അടുത്ത നോക്കിയേ, LAC, ലാസറേഷൻ മുറിവ്. ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളോക്ടമി. നമ്മുടെ കോളൻ റിമൂവ് ചെയ്യുന്ന ഒരു ലാപ്രോസ്കോപ്പിക് സർജറിയാണ്, സർജിക്കൽ പ്രൊസീജിയർ ആണ് കൊളോക്ടമി. ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളോക്ടമി.
ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളാക്ടമി. ലാസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുറിവാണ് കേട്ടോ, മുറിവ്. അടുത്തതാണ് IBS എന്ന് പറഞ്ഞാൽ പൗണ്ട് ആണ്. IBS പൗണ്ട്. IBS പൗണ്ട് 156 വരെ നമുക്ക് നിർത്താം. ഇനി അതൊന്നുകൂടി നമുക്ക് നോക്കാം കേട്ടോ. പറഞ്ഞത് 104, അതെ പൗണ്ട്, ഇത്ര പൗണ്ട് എന്ന് നമ്മൾ പറയില്ലേ, പൗണ്ട്. അടുത്തത് നോക്കി, അതിനകത്ത് നമുക്ക് 147 നമ്മൾ ടിക്കറ്റ് ആണ് IV ഇൻട്രാവീനസ്. ഓക്കെ, ഇൻട്രാവീനസ് ആണ് IV എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ ഒന്നുകൂടി പറയണേ കേട്ടോ. IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ്. പിന്നെ നമ്മൾ പറഞ്ഞത് KCl ആണ്. ഏതാ, പൊട്ടാസ്യം ക്ലോറൈഡ്. KCl എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. പിന്നെ ഒരെണ്ണം കൂടി 152 പറഞ്ഞു, KUB. ഏതാണ്, കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. അത് മൂന്നും പഠിക്കണായിരുന്നു. 147, 150, 152. ഓക്കെ അല്ലേ? 47, 147, 150, 152. നമ്മൾ 156 എണ്ണം പറഞ്ഞു. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിപ്പോ ഇങ്ങനെ അബ്രിവേറ്റഡ് ആണ്, വേറൊന്നും അതൊക്കെ പറയാനില്ല. അത് പിന്നെ ചിലത് മാത്രം നിങ്ങൾക്ക് അറിയില്ലാത്തത് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷനോ എന്താണെന്നോ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട. അവിടെ ഒള്ളി നമുക്ക് അബ്രിവേറ്റഡ് 3 or 4 അബ്രിവേഷൻ മാക്സിമം ചോദിക്കും ഈ ഒരു ഇതിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പഠിക്കണേന്ന് ഓർത്ത് അതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ, 156 എണ്ണം നമ്മൾ ഇന്ന് കവർ ചെയ്തു. അതിൽ ഇന്ന് നമ്മൾ ലാസ്റ്റ് പേജിൽ പറഞ്ഞത് 147, 150, 152. ഡീറ്റെയിൽ ഒന്നും വേണ്ട, നിങ്ങൾ അതിന്റെ അബ്രിവേഷൻ ഫോം അത് എക്സ്പാൻഡ് ചെയ്തിട്ട് തിരിച്ചെഴുതാനും പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ ഇട്ടാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലേ. ഓരോരുത്തരുടെയും ഇവിടെ നമ്മുടെ പെയിൻഫുൾ ആണ് ഇതൊക്കെ പറഞ്ഞു. DRC ചെയ്യണത് ചെയ്തവരുണ്ട്, അവർക്കുള്ള എക്സ്പീരിയൻസ് അവർ പറഞ്ഞു, ഓർക്കാൻ പറ്റില്ല, വേദനയുണ്ട്, അങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, നമുക്ക് മുബി അല്ലെ, മുബി എന്നല്ലേ പറഞ്ഞേ. ശരി, അടുത്ത ക്ലാസ്സിൽ കേട്ടോ.